ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏപ്രിൽ 15 എന്ന് പറയുന്ന ഒരു ഡേറ്റിന് വിധി പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു ഇതിനു മുന്നേ തെലങ്കാന ഹൈക്കോടതി പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ ആയിട്ടും ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. എന്താണ് ഈ കേസ് എന്നുള്ള കാര്യങ്ങൾ, എന്തിനെ പറ്റിയിട്ടായിരുന്നു തെലങ്കാന ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് ഫയൽ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. CCA കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് റെയിൽവേ അതോറിറ്റിയുമായിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്ന പെറ്റീഷണറും റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ CCA കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളുടെ മാർക്ക് വെയിറ്റേജ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നവുമായി നടക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഏപ്രിൽ 15 എന്ന് പറയുന്ന ഡേറ്റിനായിരുന്നു നമ്മുടെ ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ ആ ഒരു ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്രത്തോളം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു പരീക്ഷ നടന്ന് അതിൻ്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഫിസിക്കലൊക്കെ നടക്കേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. വീണ്ടും ഇതുവരെയായിട്ടും ആ CBT 1ന്റെ റിസൾട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞാൽ മാത്രമേ ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റ് നടത്തത്തുള്ളൂ. ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ഇനി എന്നാണ് നമ്മുടെയൊക്കെ കയ്യിൽ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുന്നത്? ഒരുപാട് ഡിലേ ആവും. അപ്പോൾ ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം 32,438 വേക്കൻസി ആയിരുന്നു കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് ഉണ്ടായിരുന്നു. 32,438 വേക്കൻസി, ഏകദേശം 1.08 crore, അതായത് ഏകദേശം 1.08 കോടി വിദ്യാർത്ഥികളായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതിയിരുന്നത്. അതായത് സാധാരണ എല്ലാ തവണയും 60% ഒക്കെ ആയിരുന്നു ഒരു എക്സാം അറ്റൻഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ ഏകദേശം 70% എബോ സ്റ്റുഡൻസ് ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് മാസീവ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടായിരുന്നു. 32,438. നമ്മളുടെ ആ ഒരു റേഷ്യോ വരുന്നത് ഒരു പോസ്റ്റിന് 150 എന്ന് പറയുന്നത്, ഒരു പോസ്റ്റിന് 180ഓളം കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു റേഷ്യോയിലാണ് നമ്മുടെ വേക്കൻസിയും സ്റ്റുഡൻസിന്റെ ആ ഒരു അറ്റൻഡൻസ് രജിസ്ട്രേഷൻ, ആ ഒരു അറ്റൻഡൻസ് എന്നും പറയുന്നത്. 32,438 വേക്കൻസികൾ, ഏകദേശം 1.08 crore കുട്ടികളായിരുന്നു ഈ പരീക്ഷ എഴുതിയത്. ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:150. അതായത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളായിരുന്നു ഇതാ ഈ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം നമ്മുടെ ഈ ഒരു പരീക്ഷ എഴുതി ഒരു ഫിസിക്കലിലേക്ക് ഇൻക്ലൂഡ് ആകാൻ പോകുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 97,000 ആണ്. ഇനി എന്താണ് ഈ കേസ് എന്ന് നോക്കാം. നമ്മുടെ തെലങ്കാന ഹൈക്കോടതിയിലോട്ട് ഈ ഒരു കേസ് പോയിരിക്കുകയാണ്. ആ ഒരു ഫയൽ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. കേസ് നമ്പർ എന്ന് പറയുന്നത് 11954/2026 എന്ന് പറയുന്നതാണ്. ഈ ഒരു കേസ് ഫയൽ ചെയ്തത് മാർച്ച് 13-നായിരുന്നു. ഇതിന്റെ ഹിയറിംഗ് വെച്ചിരുന്നത് ഇന്നലെ ആയിരുന്നു, അതായത് നമ്മുടെ ഏപ്രിൽ 15-നായിരുന്നു. പക്ഷേ ആ ഒരു കേസ് ഇന്നലെ വിധി പ്രഖ്യാപനം നടന്നിട്ടില്ല. നമ്മുടെ ശ്രീ ജസ്റ്റിസ് നാഗേഷ് ബീമാപ്പിന്റെ ആ ഒരു ബെഞ്ചായിരുന്നു ഈ ഒരു കേസ് പരിഗണിച്ചിരുന്നത്. ഇനി ആരായിരുന്നു പെറ്റീഷണർ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുദേല വിജയ് എന്ന് പറയുന്നത്, അതായത് CCAA കാറ്റഗറിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് മുദേല വിജയ് എന്ന് പറയുന്നത്. പുള്ളിയും കുറച്ച് CCA കാറ്റഗറിയിൽപ്പെട്ട ബാക്കിയുള്ള സ്റ്റുഡൻസും കൂടെ ചേർന്നിട്ടായിരുന്നു ഈ ഒരു കേസ് ഫയൽ ചെയ്തത്. ആർക്കെതിരെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ ബോർഡിനെതിരായിട്ടായിരുന്നു. CCA കാറ്റഗറിയുടെ വെയിറ്റേജ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഒരു പ്രശ്നത്തിൽ ഈ കേസ് ഫയൽ ചെയ്ത മുദേല വിജയ് ആൻഡ് അതർ സ്റ്റുഡൻസ് ഓഫ് CCA കാറ്റഗറിപ്പെട്ട അതർ സ്റ്റുഡൻസ് ആയിരുന്നു. ഇനി റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ബോർഡ് ആയിരുന്നു. ഇനി എന്തുകൊണ്ട് ഈ കേസിന്റെ വിധി പ്രഖ്യാപനം ഇന്നലെ നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 13 ജഡ്ജ് ലീവ് ആയിരുന്നു. ഓണറബിൾ ജഡ്ജ് വാസ് ഒഫീഷ്യൽ ലീവ് ഓൺ ദിസ് ഡേ. ഇതായിരുന്നു നമ്മുടെ എന്താ പറയുന്നത് റീസെന്റ് ആയിട്ട് നമുക്ക് ആ ഒരു പേജിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 14-ന് നമ്മുടെ സ്വാഭാവികമായിട്ട് അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് ആ ഒരു ലീവും ഉണ്ടായിരുന്നു. അംബേദ്കർ ജയന്തിയുടെ ലീവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നും കോർട്ട് അവധിയായിരുന്നു. ഇന്നലെയും എന്ത് സംഭവിക്കുകയായിരുന്നു? ഒഫീഷ്യലി ജഡ്ജ് ലീവ് ആയിരുന്നു. അതുകൊണ്ട് ഈ 3 ദിവസവും എന്തുണ്ടായില്ല? കേസിന്റെ വിധി പ്രഖ്യാപനം നടന്നിട്ടില്ല. ഇനി എന്ന് നടക്കുമെന്ന് നമുക്കൊരു കറണ്ട് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ് കിട്ടിയിട്ടുമില്ല. ജഡ്ജ് ഹിയറിംഗ് ദ കേസ് ജസ്റ്റിസ് നാഗേഷ് ബീമ ഇസ് നോട്ട് പ്രസന്റ് ഇൻ കോർട്ട് ടുഡേ. ഇന്നും അദ്ദേഹം കോർട്ടിൽ എത്തിയിട്ടില്ല എന്നായിരുന്നു ആ ഒരു നമ്മുടെ ആ ഒരു സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇന്നും നമുക്ക് എന്തുണ്ടാവില്ല? ആ ഗ്രൂപ്പ് ഡിയുടെ കേസിന്റെ വിധി പ്രഖ്യാപനം ഇന്നും നടക്കില്ല. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് വെയിറ്റ് ചെയ്തിരുന്ന ഒരു റിസൾട്ട് ആയിരുന്നു ഇന്നലത്തെ ആ ഒരു കേസിന്റെ വിധി എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നലെയും നടന്നിട്ടില്ല. ഇനി എന്നാണ് നടക്കുന്നതെന്ന് അവർ റീസെന്റ് ആയിട്ട് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടുമില്ല. ഇനി സ്വാഭാവികമായിട്ടും ഇത് ആരെയൊക്കെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുത്തിരുന്ന CCA സ്റ്റുഡൻസിനെയും ഇത് ബാധിക്കുന്നുണ്ട്. സാധാരണ
ഈ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന 1.08 കോടി വിദ്യാർത്ഥികളെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഈ ഒരു റിസൾട്ട് വന്നാൽ മാത്രമേ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ല രീതിയിലുള്ള ഫിസിക്കൽ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ളൊരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണം. പക്ഷേ ഒരുപാട് പേര് ഈ ഒരു റിസൾട്ട് വരുമോ വരില്ലേ എന്നുള്ള കൺഫ്യൂഷനിൽ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ എത്രയായിരിക്കും കട്ട് ഓഫ് എന്നൊന്നും കറക്റ്റായിട്ട് അറിയാത്ത വിദ്യാർത്ഥികൾ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്കുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇനി റിസൾട്ട് വന്നാലും വളരെ കുറച്ച് ദിവസം മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കൽ ചെയ്യാനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം അവരെ സംബന്ധിച്ച് ആ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി സ്റ്റെപ്പ് നെക്സ്റ്റ് അത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ അവിടെ ഒരു പെൻഡിങ് ഇട്ട് നിൽക്കുവാണ്. ഈ ഒരു കേസിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ചില കുട്ടികൾക്കെങ്കിലും അവർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം കട്ട് ഓഫ് എത്രയാണെന്ന് കറക്റ്റായിട്ടും ഇതുവരെയായിട്ടും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു കട്ട് ഓഫിനനുസരിച്ച് മാത്രമേ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാനായിട്ടും കഴിയത്തുള്ളൂ. ഇനി അതും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇനി CCA സ്റ്റുഡൻസിൻ്റെ കേസ് പറയുന്നത് കഴിഞ്ഞ വർഷം ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാം എഴുതി ആ ഒരു ലിസ്റ്റിൽപ്പെട്ട CCA സ്റ്റുഡൻസിൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇതുവരെ നടന്നിട്ടില്ല. ഈ കേസിന് ശേഷമായിരിക്കും അതിൻ്റെ കാര്യവും നടക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും, അതായത് നോർമൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളും കഴിഞ്ഞ CCA കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളുടെയും അവസ്ഥ എന്ന് പറയുന്നത് പെൻഡിങ്ങിലാണ്. ഇനി സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന, ഇന്നലെ നടന്നില്ല, ആ ഒരു കേസിൻ്റെ വിധി പ്രഖ്യാപനം നടന്നില്ല. അപ്പോൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 20, 25 തീയതികളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു തെലങ്കാന ഹൈക്കോർട്ട് വിധി പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ നമ്മളുടെ മെയ് 2026 നമ്മളുടെ റിസൾട്ട് വരും എന്നാണ് പറയുന്നത്. മെയ് 2026 റിസൾട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ജൂൺ 2026 അടുത്ത തൊട്ട് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് ഫിസിക്കൽ നടത്താം. അതുകൊണ്ട് ആരും അങ്ങനെ ഈ ഒരു റിസൾട്ടിനെ ഞാൻ കയറുമോ ഇൻക്ലൂഡ് ആവുമോ എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു നമുക്ക് സ്വയം ഒരു വിലയിരുത്തലുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഫിസിക്കൽ പെൻഡിങ് ഇടാതെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മെയ്യിൽ റിസൾട്ട് വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഫിസിക്കലും കാണും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യരുത്. എന്തായാലും ഉടനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു വിധി പ്രഖ്യാപനം നടക്കുമെന്നുള്ള കാര്യം.